ഹലോ ഫ്രണ്ട്സ്, ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്ലാന്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഞാൻ രമ്യ. എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാത്രി ആയപ്പോഴാണ് വീഡിയോ എഡിറ്റ് ചെയ്യാനിരുന്നപ്പോഴാണ് നമുക്ക് ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ട് വീഡിയോസ് ഒന്നും എടുത്തു വെച്ചിട്ടില്ലല്ലോ എന്ന് ഓർത്തത്. അപ്പോൾ ഓടിപ്പോയി നമ്മുടെ മുറ്റത്ത് നിന്ന ചാഞ്ച യെല്ലോനെയും അതുപോലെ തന്നെ വൈറ്റ് ബ്ലൂ ലിപ്പൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നമ്മൾ ഇരുട്ടിലും ബാക്കി നമ്മൾ വെളിച്ചത്തുമാണ് കേട്ടോ. സ്പ്ലാഷ് വെറൈറ്റീസ്, കിടിലൻ വെറൈറ്റീസ് നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്പ്ലാഷ് വെറൈറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ കണ്ണഞ്ചിപ്പിക്കുന്ന അല്ലെങ്കിൽ ആരെയും മോഹിപ്പിക്കുന്ന ആ ഒരു കളർ കോമ്പിനേഷനും ആ ഒരു വെരിഗേഷനും ഒക്കെയാണ് നമുക്ക് റഫറൻസ് പിക്ക് കിട്ടുന്നത്. പക്ഷേ അതിൻ്റെ പിന്നിൽ ഒരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ ഓർക്കിഡ് ലവേഴ്സ് തീർച്ചയായും മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഇപ്പോൾ ചില വെറൈറ്റീസ്, ചില നല്ല സ്പ്ലാഷ് വെറൈറ്റീസ് എല്ലാം തന്നെ 5% മ്യൂട്ടേഷൻ, 15% മ്യൂട്ടേഷൻ ഒക്കെ നമ്മുടെ ടാഗിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണും. അപ്പോൾ ഇപ്പോൾ ഇത് ഡെൻ സ്പ്ലാഷ് 66 എന്ന് പറഞ്ഞൊരു ഐഡിയ ആണ്. അപ്പോൾ വളരെ കുഞ്ഞു സീഡ്ലിങ്സ് തന്നെയാണ് നമുക്ക് സ്പ്ലാഷിന് വരാറുള്ളത്. അതേപോലെ നല്ല ഹെൽത്തി ആയ ഒരു ചെറിയ സീഡ്ലിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടാഗ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഡെൻ സ്പ്ലാഷ് 66 എന്നുള്ളത് അതിൻ്റെ ഒരു കോഡാണ്, അല്ലെങ്കിൽ ആ ഒരു വെറൈറ്റിയുടെ ഐഡിയ ആണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മാക്സിമം പോസിബിൾ സ്പ്ലാഷ് ഓൺലി 5% എന്ന് കൂടെ ഒരു നോട്ട് ഉണ്ട്. അതായത് ഈ ഒരു സീഡ്ലിങ്ങിൽ മാക്സിമം 5% ആണ് സ്പ്ലാഷ് വരാൻ സാധ്യത എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു 100 പ്ലാന്റിൽ 5% പ്ലാന്റിനാണ് ഈ ഒരു റഫറൻസ് പിക്കിൽ കാണുന്ന പോലെ തന്നെ സ്പ്ലാഷ് വരാൻ സാധ്യതയുള്ളൂ. ബാക്കി പ്ലാന്റ്സ് ചിലപ്പോൾ പ്ലെയിൻ കളറിൽ വിരിയാം, ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഓരോ സ്പ്ലാഷ് ആയിട്ട് വിരിയാം. അപ്പോൾ അതൊരു ഭാഗ്യപരീക്ഷണമാണ്. ഈ സ്പ്ലാഷ് വെറൈറ്റീസ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ആ ഒരു ഭാഗ്യപരീക്ഷണത്തിന് മുതിർന്നിട്ട് വേണം. അപ്പോൾ ഇത്രയും പറഞ്ഞത് ഇവിടെ മുതൽ നമുക്ക് സ്പ്ലാഷ് വെറൈറ്റികൾ, പുതിയ വെറൈറ്റീസ് സ്റ്റോക്ക് എത്തിയിട്ടുള്ളതാണ്. നല്ല ഹെൽത്തിയായ പ്ലാന്റ്സ് ആണ്, എന്നാൽ ഒരുപാട് സൈസുള്ള പ്ലാന്റ് അല്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ സ്പ്ലാഷ് വെറൈറ്റികളെല്ലാം തന്നെ വിത്ത് ടാഗ് വരുന്നതും അതേപോലെ തന്നെ ഈ മ്യൂട്ടേഷൻ ഇല്ലാതെ വിരിയാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ സ്പ്ലാഷ് വെറൈറ്റികളോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു 3 വർഷം മുൻപ് വന്നിട്ടുണ്ടായിരുന്ന 2 സ്പ്ലാഷ് വെറൈറ്റിയിൽ നമുക്ക് വിരിഞ്ഞപ്പോൾ ഒരെണ്ണത്തിൽ വളരെ ലൈറ്റായിട്ടുള്ള സ്പ്ലാഷും ഒരെണ്ണത്തിൽ പ്ലെയിൻ കളറുമാണ് വിരിഞ്ഞത്. അപ്പോൾ ആ ഒരു സാധ്യത നമ്മൾ ടാഗോട് കൂടി പ്ലാന്റ് ബാക്കി ഏത് വെറൈറ്റികളും 99% ഗ്യാരണ്ടി പറയുമ്പോൾ ആ പൂ തന്നെ വിരിയുമെന്ന് ഗ്യാരണ്ടി പറയുമ്പോൾ സ്പ്ലാഷ് വെറൈറ്റിയുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു സത്യം ഉണ്ടെന്നും കൂടെ നമ്മുടെ കസ്റ്റമേഴ്സ് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ബാക്കി നമുക്ക് കണ്ടുപോകുന്നതെല്ലാം നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള സീഡ്ലിങ്സ് ആണ്. നമുക്ക് ഒരുപാട് വെറൈറ്റി, ഒരു 100ഓളം വെറൈറ്റി സീഡ്ലിങ്സ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ സ്പെഷ്യൽ വെറൈറ്റികളും അതുപോലെ തന്നെ നമുക്ക് നോർമൽ വളർത്താൻ കുറച്ചുകൂടെ എളുപ്പമുള്ള വെറൈറ്റികൾ, കുറച്ച് സീഡ്ലിങ്സൊക്കെ നല്ല വലിയ സീഡ്ലിങ്സൊക്കെ വരുന്നുണ്ട്. ബിഗിനേഴ്സിന് അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. വലിയ സീഡ്ലിങ്സൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫ്ലവർ വരാനും അതുപോലെ ഗ്രോത്ത് വരാനൊക്കെ എളുപ്പമാണ്. എന്നാൽ നമുക്ക് അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്. ഇനി പുതിയ വെറൈറ്റികളാണ് വേണം എന്നുള്ളവർക്ക് പ്രീമിയം വെറൈറ്റീസ് ചൂസ് ചെയ്യാവുന്നതാണ്. അതാകുമ്പോൾ നമുക്ക് സീഡ്ലിങ്സ് ഒരുപാട് വലുപ്പം ഉണ്ടാവില്ല, എന്നാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ കാണിച്ചു പോകുന്ന എല്ലാ സീഡ്ലിങ്ങുകളും ഇപ്പോൾ നിലവിൽ നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ്. 130 തൊട്ടിട്ട് 150 വരെയാണ് പ്രൈസ് റേഞ്ച് വരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന സീഡ്ലിങ്ങുകൾ നമുക്ക് പുതിയ സ്റ്റോക്കിൽ എത്തിയിട്ടുള്ള സ്പ്ലാഷ് വെറൈറ്റിയുടെ സീഡ്ലിങ്സ് ആണ്. അപ്പോൾ നമുക്ക് ബാക്കി എല്ലാ സീഡ്ലിങ്സും ഈ സൈസ് ആണെന്നല്ല കേട്ടോ. നമുക്ക് സ്പ്ലാഷ് വെറൈറ്റികളുടെ മാത്രം നമ്മൾ പ്രത്യേകം എടുത്ത് കാണിക്കുന്നതേ ഉള്ളൂ. നല്ല ഹെൽത്തിയായ വലിപ്പമുള്ള സീഡ്ലിങ്ങുകൾ ബാക്കി വെറൈറ്റീസിൻ്റെ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ DTDC അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മുടെ പ്ലാന്റുകൾ അയക്കുന്നത്. സ്പീഡ് പോസ്റ്റ് ആകുമ്പോൾ ചാർജിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് വീട്ടിലെത്തിച്ച് തരുന്നത് കൂടുതലും സ്പീഡ് പോസ്റ്റ് സർവീസ് യൂസ് ചെയ്യുമ്പോഴാണ്. DTDC മിക്കവാറും അവരുടെ സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യും. അവരുടെ ഓഫീസിൽ പോയിട്ട് നമ്മൾ കളക്ട് ചെയ്യേണ്ടി വരും. പിന്നെ വർഷങ്ങളായി പ്ലാന്റ് സ്റ്റോറീസിൻ്റെ റെഗുലർ കസ്റ്റമേഴ്സിനെ വീണ്ടും നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ കോൺടാക്റ്റ് നമ്പറിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ മാത്രം ബന്ധപ്പെടാൻ ശ്രമിക്കുക. നമ്മൾ മുൻപ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന നമ്പറിൽ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ആയിട്ട് നമുക്കിപ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. നെക്സ്റ്റ് മന്ത് മുതൽ ദൈവം അനുഗ്രഹിച്ചാൽ വേറെ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് ശരിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പുതിയ സ്റ്റോക്ക് സീഡ്ലിങ്സ് എത്തിയതിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ. വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയുന്നതിനായി നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസം കൂടി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബാക്കി വെറൈറ്റികളുടെയൊക്കെ വാൻഡയും മൊക്കാറയും അതുപോലെ തന്നെ ഡെൻഡ്രോബിയത്തിൻ്റെ മെച്യൂർ പ്ലാന്റ്സ് ഒക്കെ പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുള്ളത് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ താങ്ക് യു.